കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടേറിയ പോരാട്ടങ്ങൾക്ക് വഴിവെച്ച് കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയും UDFന്റെ നയമാറ്റവും. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം AKG സെന്ററിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ മുൻ നിലപാടുകളിൽ നിന്ന് തികച്ചും മലക്കം മറയുകയാണെന്നും സംഘപരിവാർ അജണ്ടകൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണ ശ്രമങ്ങൾ പശ്ചിമഘട്ട കരട് വിജ്ഞാപന വിഷയം, പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് VD സതീശൻ ആരോപണം നേരിട്ട പുനർജനി പദ്ധതി കേസ് തമസ്കരിക്കാനുള്ള നീക്കങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വിവാദപരമായ PM ശ്രീ പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം ലക്ഷ്യമിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഈ പദ്ധതിയെ LDF അംഗീകരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം LDF ഭരണകാലത്ത് കേന്ദ്രം തടഞ്ഞുവെച്ച സമഗ്ര പരീക്ഷാ കേരള ഫണ്ട് റിലീസ് ചെയ്യുന്നതിന് മാത്രമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്നും അല്ലാതെ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാനായിരുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. LDF ഭരണകാലത്ത് കൈക്കൊണ്ട ധാരണാപത്രം പിന്നീട് മരവിപ്പിക്കുകയായിരുന്നുവെന്നും പദ്ധതി നടപ്പിലാക്കുന്നതിനായി യാതൊരു തരത്തിലുള്ള സ്കൂൾ പട്ടികയോ തുടർ നടപടികളോ LDF സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയിരുന്നില്ലെന്നും പിണറായി വിജയൻ വിശദീകരിച്ചു. LDF സർക്കാർ PM ശ്രീ പദ്ധതിക്കുള്ള ഫണ്ട് കൈപ്പറ്റി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും കേന്ദ്രം നൽകിയ ഔദ്യോഗിക മറുപടികളിൽ നിന്ന് തന്നെ കേരളത്തിന് PM ശ്രീ ഫണ്ട് ലഭിച്ചിട്ടില്ലെന്നും SSK ഫണ്ടാണ് അനുവദിച്ചതെന്നും വ്യക്തമാണെന്ന് അദ്ദേഹം വാദിച്ചു. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് PM ശ്രീ പദ്ധതിയെ കടുപ്പിച്ച് എതിർക്കുകയും പദ്ധതിയെ അറബിക്കടലിൽ തള്ളുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത UDFും മുസ്ലിം ലീഗ് നേതാക്കളും ഭരണം ലഭിച്ചതോടെ തലതിരിഞ്ഞ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തോടുള്ള കടുത്ത വഞ്ചനയാണ്. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ നിയമപരമായ തടസ്സമില്ലെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ പദ്ധതി നടപ്പാക്കാൻ UDF കാണിക്കുന്ന ധൃതി അവരുടെ RSS വിധേയത്വമാണ് കാണിക്കുന്നത്. സ്വന്തം അണികളെയും പൊതുസമൂഹത്തെയും വഞ്ചിച്ച UDF നേതൃത്വം ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. PM ശ്രീ വിഷയത്തിന് പുറമെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനത്തിൽ UDF സർക്കാർ പുലർത്തുന്ന നിശബ്ദതയും അദ്ദേഹം ചോദ്യം ചെയ്തു. LDF ഭരണകാലത്ത് മലയോര കർഷകരുടെയും സാധാരണക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഉറച്ച നിലപാടാണ് കൈക്കൊണ്ടിരുന്നത്. LDF സമർപ്പിച്ച റിപ്പോർട്ടുകൾ കേന്ദ്രം തള്ളിയിട്ടും നിലവിലെ സർക്കാർ ഫലപ്രദമായി ഇടപെടാതെ കാട്ടുന്ന മൗനം ലക്ഷക്കണക്കിന് മലയോര കുടുംബങ്ങളുടെ ജീവിതത്തെ വലിയ ഭീതിയിൽ ആഴ്ത്തുകയാണ്. അതുപോലെ തന്നെ VD സതീശൻ ഉൾപ്പെട്ട പുനർജനി പ്രളയ പുനരധിവാസ തട്ടിപ്പ് കേസിലും പ്രതിപക്ഷ നേതാവ് ശക്തമായി വിമർശനം ഉന്നയിച്ചു. പ്രളയ പുനരധിവാസത്തിന്റെ പേരിൽ വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും സുതാര്യതയില്ലാത്ത കോടിക്കണക്കിന് രൂപ സമാഹരിച്ചതായി വിജിലൻസ് കണ്ടെത്തുകയും CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ വൈര്യം മുൻനിർത്തി അന്ന് LDF സർക്കാർ കേസ് CBIക്ക് വിട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ നിലവിലെ മുഖ്യമന്ത്രിയുടെ ഭരണ നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരം ഈ അഴിമതി കേസ് തേച്ചുമാച്ചു കളയാനും തമസ്കരിക്കാനുമാണ് നീക്കം നടക്കുന്നത്. ഇത്തരം അഴിമതി കേസുകൾ പിൻവലിക്കാനുള്ള നീക്കം തികച്ചും ഗുരുതര തെറ്റാണെന്നും സർക്കാർ ഈ തീരുമാനം തിരുത്തണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴക്കെടുതിയെക്കുറിച്ചും വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ആശങ്ക പങ്കുവച്ചു. ജനങ്ങളും ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരിതബാധിതരായ ആളുകൾക്ക് ആവശ്യമായ സമാശ്വാസ നടപടികളും പുനരധിവാസ സൗകര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു.